അവിടെ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ആ പദം കടന്നു വരുന്നതിൽ ഖേദം പ്രകടിപ്പിക്കാനും ഇനി അത് ശ്രദ്ധിക്കാനുമാണ്. അല്ലാതെ അതിന്റെ പേരിൽ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം നടത്തിയൊരു പരാമർശം അതൊരു വിവാദമായിട്ടുണ്ട്. പല ഹൈന്ദവ സംഘടനകൾ അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പോലീസ് കേസും എടുത്തിട്ടുണ്ട്. അല്ല, അങ്ങനെ ഒരു വിവാദ പ്രസംഗം നടത്താൻ വേണ്ടി ചെയ്തൊരു പ്രസംഗമല്ല. ഒരു പ്രസംഗത്തിനിടയിലെ ഒന്ന് രണ്ട് വാചകങ്ങൾ മാത്രമെടുത്ത് നിർമ്മിച്ചെടുത്തൊരു വിവാദമാണത്. അതായത് ഞാൻ ശബരിമല അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയെയും അപമാനിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കേന്ദ്രം. ഞാൻ യഥാർത്ഥത്തിൽ വിശദീകരിച്ചു, ആ പ്രസംഗത്തിൽ വിശദീകരിച്ചൊരു കാര്യം, അമ്പലങ്ങളെ കേന്ദ്രീകരിച്ച് വിശ്വാസത്തെ കേന്ദ്രീകരിച്ച് വലിയ നുണപ്രചാരണങ്ങൾ നടത്തുന്ന സംഘപരിവാർ ശക്തികൾ അവരൊരു പുതിയ രാഷ്ട്രീയം, ഹിന്ദുത്വ രാഷ്ട്രീയം, ഹിന്ദു രാഷ്ട്രത്തെ നിർമ്മിക്കാനുള്ള രാഷ്ട്രീയം സ്ഥാപിക്കുന്നു എന്നതായിരുന്നു എൻ്റെ ഒരു വിമർശനം. അതിൻ്റെ ഭാഗമായിട്ട് അനേകം നുണകൾ അവർ പറയുന്നുണ്ട്. അതിലൊരു നുണയാണ് ഈ അയ്യപ്പൻ്റെ നൈഷ്ഠിക ബ്രഹ്മചര്യത്തെക്കുറിച്ച് ഇവർ പ്രചരിപ്പിക്കുന്ന കഥകൾ. ആ കഥയിൽ അയ്യപ്പൻ്റെ സന്നിധിയിലേക്ക് 10 വയസ്സ് മുതൽ 50 വയസ്സുള്ള കുട്ടികൾ കയറാൻ പാടില്ല. എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ നൈഷ്ഠിക ബ്രഹ്മചര്യമാണെന്ന് അവർ പറയും. മാളികപ്പുറത്തമ്മയെ പുറകിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മാളികപ്പുറത്തമ്മയെ നേരിട്ട് കാണാൻ പറ്റില്ല, നൈഷ്ഠിക ബ്രഹ്മചര്യമാണെന്ന് പറയും. അപ്പോൾ പ്രസംഗമധ്യേ ഞാൻ പറഞ്ഞു, ഈ സ്ത്രീകളെ കണ്ടാൽ തകർന്നു പോകുന്നതാണോ അയ്യപ്പൻ്റെ ബ്രഹ്മചര്യമെന്ന് തോന്നും ഇവർ പറയുന്നത് കേട്ടാൽ. ഇതാണ് ഞാൻ പറഞ്ഞ പരാമർശം. ഇദ്ദേഹം അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ കണ്ടാൽ പെട്ടെന്ന് നിയന്ത്രണം വിട്ട് പെരുമാറും എന്നാണ് ഇവർ പറയുന്നതെന്ന് മനസ്സിലാവുന്നത്. ഇതായിരുന്നു പരാമർശം. അപ്പോൾ ഞാൻ ശബരിമല അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞു എന്നാണ് പ്രചാരണം. അതിനകത്ത് ബലാത്സംഗം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് തെറ്റായിപ്പോയി. ആ വാക്ക് ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. മാത്രവുമല്ല, അതിൽ നിറഞ്ഞ ഖേദം, ആത്മാർത്ഥമായ ഖേദം മലയാളികളോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ ബലാത്സംഗം, ബലാത്സംഗ വീരൻ തുടങ്ങിയ പദങ്ങളൊന്നും ആ സമയത്ത് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. അത്തരം കാര്യത്തിൽ ഇനി ജാഗ്രത പുലർത്താനേ പറ്റുള്ളൂ. ബാക്കിയുള്ള എൻ്റെ വിമർശനങ്ങൾ അത് സത്യമായി തന്നെ തുടരുന്നു. ഈ അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഇത്തരം അപസർപ്പക കഥകൾ പ്രചരിപ്പിക്കുകയും കൂടെ അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റുകയും, അടിച്ചു മാറ്റിയതിൽ പ്രതിപ്പട്ടികയിൽ വന്നവരെല്ലാം അയ്യപ്പൻ്റെ സംരക്ഷകരാണെന്നുകൂടി നമ്മൾ കാണണം. തന്ത്രി, പോറ്റി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, ഇവരൊക്കെയാണ് അയ്യപ്പൻ്റെ സംരക്ഷകർ. അവർ തന്നെയാണ് ഇത് അടിച്ചു മാറ്റുന്നത്. അവർ തന്നെയാണ് ഈ നുണകളും പ്രചരിപ്പിക്കുന്നത്. അതിന് കൃത്യമായ ഉദ്ദേശമുണ്ട്. അത് പ്രതിരോധിക്കപ്പെടേണ്ടതാണ്. ഇത് ഞാൻ പറയാനുള്ളൊരു സന്ദർഭം എന്ന് പറയുന്നത്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി സാമ്പത്തികമായി പ്രതിസന്ധിയിലായതുകൊണ്ട് അതിനെ അവിടെ നിന്ന് രക്ഷിക്കാൻ അതിനകത്തൊരു അമ്പലം പണിയാമെന്ന് പറഞ്ഞത് അത് അവിടുത്തെ VC-യാണ് പറഞ്ഞത്. അങ്ങനെ അമ്പലം പണിതാണോ ഈ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംരക്ഷിക്കേണ്ടത്? അതിലൊരു ഗൂഢോദ്ദേശമുണ്ട്. അത് തെറ്റായ കാര്യമാണ്. അപ്പം ഈ ഭക്തജനങ്ങളോടോ അയ്യപ്പൻ്റെ ഭക്തരോടോ ഒന്നും ഞാൻ ഒരു തരത്തിലുമുള്ള അതിക്രമം കാണിച്ചിട്ടില്ല. അവരുടെ പേരിൽ നടക്കുന്ന അതിക്രമങ്ങൾ ഇവർ തിരിച്ചറിയണമെന്നുള്ളതാണ് എൻ്റെ താല്പര്യം. അത് പറഞ്ഞപ്പോൾ ഇങ്ങനൊരു വാക്കതിനകത്ത് വന്നുപോയി. അതിനകത്ത് എനിക്ക് ഖേദമുണ്ട്. അതല്ലാതെ എൻ്റെ സ്റ്റാൻഡിൽ, എൻ്റെ വിമർശനത്തിൽ എന്തെങ്കിലും അപകടമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷം പലയിടങ്ങളിൽ നിന്ന് ഭീഷണിയൊക്കെ വരുന്നുണ്ടല്ലോ. പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ പോലീസും കേസെടുത്തിട്ടുണ്ട് ഈ പരാമർശത്തിൽ. അപ്പോൾ അതിനകത്ത് പരാതി വന്നാൽ പോലീസ് കേസെടുക്കട്ടെ. അത് നിയമപരമായി മാത്രം നേരിടാവുന്നൊരു കാര്യമാണ്. അത് വേറെ വഴിയൊന്നുമില്ല. അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ്. കാരണം അക്കാര്യത്തിൽ എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. ഞാൻ ഇവരീ പറയുന്ന പോലെ മതകലഹമുണ്ടാക്കാനൊന്നും പരിശ്രമിക്കാത്ത ഒരാളാണ്. ഞാനൊരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. ആ അഭിപ്രായത്തിൽ തെറ്റായ ചില പദങ്ങൾ കടന്നുകൂടി. അതിലെനിക്ക് ഖേദമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പോലീസ് കേസെടുത്തു എന്നാണ് ഇന്ന് രാവിലെ ഞാൻ അറിഞ്ഞത്. കേസെടുക്കട്ടെ, അത് മുന്നോട്ട് പോകട്ടെ. അത് നിയമപരമായി എന്താണോ ചെയ്യാൻ പറ്റുക എന്ന കാര്യത്തിൽ നേരിടും. പിന്നെ ഭീഷണി തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നുമല്ല. അത് തുടക്കം മുതലേ എനിക്കുള്ളതാണ്. അതുകൊണ്ട് ഞാനത് കാര്യമായിട്ട് എടുക്കുന്നില്ല. അതുകൊണ്ട് ഭീഷണിക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൊല്ലും തല്ലും എന്നൊന്നും ഭീഷണിപ്പെടുത്തണം. നിങ്ങൾ കൊല്ലുവോ തല്ലുവോ അങ്ങ് ചെയ്താൽ മതി. വെറുതെ ഫോൺ ചെയ്ത് സമയം കളയേണ്ടതില്ല. അത് കേട്ടിട്ട് എന്തായാലും അഭിപ്രായങ്ങൾ പിൻവലിക്കാൻ ഞാൻ തയ്യാറല്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ ഓരോ വാക്കുകളും ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി
സാധാരണഗതിയിൽ നമുക്കിപ്പോൾ അഭിപ്രായം പ്രകടനങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇനി ഭാവിയിൽ നടത്തുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുമോ അതോ അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ യഥാർത്ഥത്തിൽ? അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അതെന്ന് പറഞ്ഞാൽ മതവികാരം വ്രണപ്പെടുമെന്നുള്ളത് കൊണ്ട് മാത്രമല്ല, നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ ഈ പ്രസംഗമധ്യേ ചില പദങ്ങൾ ഇങ്ങനെ കടന്നു വരും. അത് നമ്മൾ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന നിലക്കാണ് ഞാനതിന് പറയുന്നത്. അതല്ലാതെ ഇത് മതവികാരത്തെ ഉണർത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല. കാരണം അയ്യപ്പന്റെ സ്വർണം നഷ്ടപ്പെട്ടപ്പോൾ ഉണരാത്തൊരു മതവികാരം എനിക്കെതിരെ ഉണർന്നു എന്ന് വിചാരിക്കേണ്ട യാതൊരു കാര്യവും എനിക്കില്ല. അതൊക്കെ ബോധപൂർവമായി പറയുന്നൊരു കാര്യം. ഒരാൾക്ക് ഇപ്പം എനിക്കിങ്ങനെ ഈ പരാമർശം നടത്തിയപ്പോൾ ഒരു തെറ്റായ പദം കടന്നു വന്നു. അവിടെ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ആ പദം കടന്നു വരുന്നതിൽ ഖേദം പ്രകടിപ്പിക്കാനും ഇനി അത് ശ്രദ്ധിക്കാനുമാണ്. അല്ലാതെ അതിന്റെ പേരിൽ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ? അത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്ന കാര്യമാണ്. അത് മലയാളികളോട് പറയുന്നൊരു കാര്യമാണ്. അതല്ലാതെ ഇത് എന്തെങ്കിലും മതവികാരം വ്രണപ്പെട്ടതുകൊണ്ട് അത് വേണ്ടി പറയുന്നില്ല. അത് എൻ്റെ താല്പര്യവുമല്ല. ഞാനങ്ങനെ മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദോഷമുണ്ടാകുന്ന വിധമുള്ള ഒരു കാര്യമല്ല പറഞ്ഞ. അവരെ യഥാർത്ഥത്തിൽ വൻ രീതിയിൽ നുണ പറഞ്ഞ് പറ്റിക്കപ്പെടുന്നൊരു സാഹചര്യം ഇപ്പോൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുണ്ട്. ഈ അയോധ്യ ക്ഷേത്രത്തിൽ ഒരു വർഷം തികഞ്ഞില്ല, അതിനു മുമ്പ് കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയെന്നാണ് കഥ പുറത്തു വന്നത്. ഇതൊക്കെ ആര് സമാധാനം പറയുന്നേ? ഈ ആൾക്കാരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി കൊണ്ടിയിൽ കൊടുക്കുന്ന പൈസ അടിച്ചു മാറ്റുന്നവർ അമ്പലത്തിന്റെ സംരക്ഷകർ കൂടിയാവുമ്പോൾ ഉണ്ടാകുന്നൊരു ദുരന്തത്തെക്കുറിച്ച് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അതിലെനിക്ക് പറ്റിയ തെറ്റിന് ഞാൻ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ.